നമുക്ക് പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രോഡക്റ്റ് ഓഫ് 237 ഇൻറ്റു 72 ഇൻറ്റു 28 ഇൻറ്റു 15? അതായത് ഈ സംഖ്യകളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ യൂണിറ്റ്സ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒരു സംഖ്യ എഴുതുമ്പോൾ നമ്മൾ ലാസ്റ്റ് എഴുതുന്ന ഡിജിറ്റിനെയാണ് നമ്മൾ യൂണിറ്റ്സ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ആ യൂണിറ്റ്സ് ഡിജിറ്റിൽ ഏത് സംഖ്യ ആയിരിക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ 237 ഇൻറ്റു 72 ഇൻറ്റു 28 ഇൻറ്റു 15. അപ്പോൾ ഈ എല്ലാ സംഖ്യയും കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ സംഖ്യയുടെയും യൂണിറ്റ്സ് ഡിജിറ്റ് കിടക്കുന്ന ആൾക്കാർ 7, 2, 8, 5 ഇതെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7 ഇൻറ്റു 2 14 ആണ്, 8 ഇൻറ്റു 5 40, 8 5 40. ഇനി ഇത് നിങ്ങൾ ഇൻറ്റു ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഒരു സംഖ്യ, അതായത് 10ൻ്റെ ഇരട്ടിയായിട്ടുള്ള ഒരു സംഖ്യ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ലാസ്റ്റ് എന്തേ വരുള്ളൂ? 0. 14 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 56 എന്ന് കിട്ടും, 560. അപ്പോൾ ഇത് ചെയ്ത് നമുക്ക്, കാരണം ലാസ്റ്റ് ഉത്തരമല്ല, അവരിതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഉത്തരമല്ല നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ്സ് ഡിജിറ്റിൽ വരുന്ന സംഖ്യ ഏതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ യൂണിറ്റ്സ് ഡിജിറ്റിൽ വരുന്ന സംഖ്യ 0. അപ്പോൾ 0 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 84 ദ റിമൈൻഡർ ഈസ് 37, വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഇഫ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? അതായത് ഒരു സംഖ്യയെ 84 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം ശിഷ്ടം നമുക്ക് 37 കിട്ടിയത്. അതായത് ഒരു നമ്പർ, ഏതോ ഒരു നമ്പർ നമുക്ക് അറിഞ്ഞൂടെ, നമുക്ക് എ എന്ന് പേര് കൊടുക്കുക. ആ നമ്പറിനെ നമ്മൾ 84 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? 37 നമുക്ക് റിമൈൻഡർ കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഇതേ സംഖ്യയെ, എ എന്ന് പറയുന്ന സംഖ്യയെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാന്ന് പറയുന്നത് ഈ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ മുമ്പിലോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ 84 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 37 നമുക്ക് റിമൈൻഡർ കിട്ടി. അപ്പോൾ ഈ സംഖ്യ, അതായത് എത്രയോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചപ്പോഴാണല്ലോ നമുക്ക് 37 എന്ന് പറയുന്ന റിമൈൻഡർ കിട്ടിയത്. ആ സംഖ്യ നമുക്ക് അറിഞ്ഞൂടാ, അതിനെ നമുക്ക് 87 എന്ന് എഴുതാം. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളൊരു സംഖ്യ ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ 25നെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വട്ടം പോവും? 6 4 24 ശിഷ്ടം 1. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിവിഷൻ. ഇതിൽ നമ്മൾ ഈ അകത്ത് എഴുതിയിരിക്കുന്ന ആളിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയും, പുറത്തുള്ള 4നെ ഡിവൈസർ എന്ന് പറയും, മുകളിലുള്ള ആളിനെ കോഷ്യൻ്റ് എന്നും ശിഷ്ടം കിട്ടിയ ആളിനെ നമ്മൾ റിമൈൻഡർ എന്നും പറയും. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു റിസൾട്ട് ഉണ്ട്. അതായത് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ്. ഞാൻ കോഷ്യൻ്റ് മൊത്തത്തിൽ എഴുതുന്നില്ല, ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക്. ഇത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. അതായത് ഈ കണക്ക് വെച്ചിട്ട് നമുക്ക് പറയാം, ഡിവൈസർ, ഇവിടുത്തെ ഡിവൈസർ ആരാണ്? 4. ഇവിടുത്തെ കോഷ്യൻ്റ് ആരാണ്? 6. അപ്പോൾ 4 ഇൻറ്റു 6 പ്ലസ് ഇവിടുത്തെ റിമൈൻഡർ ആരാണ്? 1. ഇതിൽ നിങ്ങൾ ഏതാദ്യം ചെയ്യും? 6 + 1 ആണോ ചെയ്യുന്നത്, അതേ 4 ഇൻറ്റു 6 ആണോ ചെയ്യുന്നത്? ബോർഡ് മാത്സ് റൂൾ അനുസരിച്ച് ആദ്യം ഏതേ ചെയ്യാവൂ? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 6 ഇൻറ്റു 4 24, 24 + 1 എത്ര കിട്ടും? 25. ഇവിടുത്തെ ഡിവിഡൻഡ് ആരാണ്? 25. അപ്പോൾ ഈ റിസൾട്ടുമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനും ഇവിടെ പറഞ്ഞു എന്ന് വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം നമ്മുടെ ആ നമ്പർ, നമുക്ക് നമ്പർ ഏതെന്ന് പറഞ്ഞുകൊണ്ട് അതിനെയാണ് നമ്മൾ എ എന്ന് എടുത്തിരിക്കുന്നത്. അതിനെ 84 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ റിമൈൻഡർ 37 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 84 കൊണ്ട് എത്രയോ വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഉത്തരം കിട്ടും. അത് തമ്മിൽ കുറയ്ക്കുമ്പോഴാണല്ലോ നമുക്ക് 37 കിട്ടുക. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? നമ്മുടെ നമ്പറിനെയാണ് എ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മുടെ ഡിവിഡൻഡ് ഈസ് ഈക്വൽ, നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു? ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. അപ്പോൾ ഇവിടുത്തെ ഡിവിഡൻഡ് എ ഈക്വൽ ടു ഇവിടുത്തെ ഡിവൈസർ എന്ന് പറയുന്നത് 84, നമ്മുടെ കോഷ്യൻ്റ് എന്ന് പറയുന്നത് കെ, 84 ഇൻറ്റു കെ പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് 37. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ എഴുതിയതാണ്. ഇനി നമ്മുടെ ചോദ്യം 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനെ പറ്റിയിട്ടാണ് ചോദ്യം. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഈ 84നെയും
37നെയും 21ൻ്റെ ടേംസിൽ ഏതുകൊണ്ടാണോ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. അതായത് 84നെ 21 കൊണ്ട് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 84 കിട്ടുമോ എന്ന് നോക്കണം. അപ്പോൾ 21 × 4 എന്ന് പറയുന്നത് 84ആണ്. 21നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 84 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 84നെ 21 × 4 എന്ന് എഴുതാം. പിന്നെ ഇവിടെ ഒരു കെ ഉണ്ട്. പ്ലസ് 37നെ 21 പ്ലസ് എത്ര ചെയ്യുമ്പോൾ 37 കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ 21ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 37 കിട്ടുക? 21ൻ്റെ കൂടെ എത്ര കൂട്ടണം? 16 കൂട്ടുമ്പോൾ നമുക്ക് 37 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് 21 + 16 എന്ന് എഴുതാം. ഇനി നമ്മൾ ഇതിന് മുമ്പ് ചെയ്തതുപോലെ പ്ലസ് കൊണ്ട്, അതായത് ഇതൊരു ടേമും ഇത് മറ്റൊരു ടേമും ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യുക? ഈ രണ്ട് ടേംസിൽ 21 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 21നെ നമുക്കിങ്ങ് വെളിയിലെടുക്കാം. 21നെ എടുത്താൽ പിന്നെ ഇവിടെ ഉള്ളത് പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ ഉള്ളത് 21 × 4k + 21 + 16. അപ്പോൾ നമുക്ക് പ്ലസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മൊത്തം 3 ടേംസ്, 1, 2, 3 ടേംസാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ ആദ്യത്തെ 2 ടേംസിൽ 21 ഉണ്ട്. 21 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ നിന്ന് 21 പോയാൽ മിച്ചമുള്ളത് 4k. ഇവിടെ നിന്ന് 21 പോയാൽ മിച്ചമുള്ളത് 1 + 16. അതായത് 21 × സംതിങ്. ഈ സംഖ്യ ഏതും ആയിക്കോട്ടെ, പ്ലസ് കഴിഞ്ഞ് വരുന്ന ആൾ ആരായിരിക്കും? റിമൈൻഡർ. ഈ സൈഡിൽ നമുക്കുള്ളത് എ ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ആളിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 16. ഇതെന്ന് പറയുന്നത്, അതായത് എ എന്ന് പറയുന്ന സംഖ്യയെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 റിമൈൻഡർ കിട്ടും. ഈ 4k + 1 എന്ന് പറയുന്നത് ഇവിടുത്തെ കോഷ്യൻ്റ് ആണ്. അത് ഏത് സംഖ്യ ആയാലും നമ്മളെ ബാധിക്കുന്നില്ല. നമുക്ക് അറിയേണ്ടത് റിമൈൻഡർ എത്രയെന്നാണ്. അപ്പോൾ നമുക്ക് നമ്പർ ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്ന റിസൾട്ടിൽ നമുക്ക് എഴുതാൻ പറ്റി. അവിടെ നമുക്ക് പ്ലസ് റിമൈൻഡറിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന 16 ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം റിമൈൻഡർ എന്ന് പറയുന്നത് ഈ സംഖ്യ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 16.